കീർത്തി ഫാഷൻ മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിനെ കുറിച്ച് ഞാൻ കുറച്ച് നേരത്തെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പറ്റിയ സ്കാം അലേർട്ട് പറഞ്ഞിട്ടിട്ടതാണ്. ഇതാണ് ആ വീഡിയോ. ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ കണ്ടതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് നമ്പർ അതുപോലെ എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിൽ കയറി നോക്കുമ്പോൾ അവർ എല്ലാ ലൊക്കേഷൻ അടക്കം എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ അവരുടെ ഡ്രസ്സൊക്കെ നോക്കുമ്പോൾ നല്ല കോട്ടൺ മെറ്റീരിയൽസും എല്ലാം കണ്ടപ്പോൾ സമയത്ത് ഞാൻ അവരുടെ അടുത്ത് നിന്ന് 2 ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതായിരുന്നു അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായ മെസ്സേജ്. അവർ സ്പോട്ടിൽ തന്നെ റിപ്ലൈ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 ഡ്രസ്സ് ബുക്ക് ചെയ്തു. 998 പറഞ്ഞ് ഞാനൊന്ന് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ആകുന്നുണ്ടായിട്ടില്ല. അപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പിന്നീട് അവർ വേറൊരു ഇത് തന്നതിന് ശേഷം അത് നോക്കി അതിൽ നിന്ന് പേയ്മെൻറ്റ് പോയിട്ടുണ്ടായിന്. അപ്പം ഡെലിവറി ചാർജായിട്ട് അവർ എക്സ്ട്രാ പൈസ ചോദിച്ച്. അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് ഡെലിവറി ചാർജ് നേരത്തെ പറഞ്ഞിട്ടില്ലേ അതുണ്ടോ ചോദിച്ചപ്പോൾ അവർ അതുണ്ട്, അത് നിങ്ങൾക്ക് സ്പോട്ടിൽ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കെന്തൊരു ഡൗട്ട് തോന്നിയതിന് ശേഷമാണ് ഞാൻ ഇവരുടെ പേജ് ഒന്നും കൂടി പോയിട്ട് നോക്കിയത്. അതിൽ കമൻസ് നോക്കുമ്പോൾ പച്ച തെറിയായിരുന്നു. അത് കണ്ടപ്പോൾ ആകെ ഷോക്കായി പോയി. ഇതുവരെ ഇങ്ങനെ പറ്റിയിട്ടില്ല. പൈസയും പോയി നല്ല തെറിയാന്ന് കാണിക്കുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി ഇതെന്തോ ചീറ്റിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായി. പൈസ പോയതിലല്ല വിഷമം, അത് നമ്മൾ ചീറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അതായിരുന്നു ആ സമയത്ത് എന്ത് ചെയ്യണമെന്നൊന്നും അറിയുന്നുണ്ടായിട്ടില്ല. ഞാൻ രണ്ടാമത് അവർക്ക് ആദ്യം മെസ്സേജ് ചെയ്തു, എനിക്ക് പൈസ റിട്ടേൺ ആയിട്ട് എനിക്ക് സാധനം വേണ്ട പറഞ്ഞിട്ട്. പക്ഷെ അവർ പറഞ്ഞു അത് പറ്റൂല, അവർ അയച്ചു കൊടുത്ത എന്തൊക്കെയോ അയച്ചെന്ന്. എന്നിട്ട് ഞാൻ വീണ്ടും അവരോട് പറഞ്ഞ് എനിക്ക് എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കണം, നിങ്ങൾ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, കമൻറ്റ് അയച്ചു കൊടുത്ത്. എന്നിട്ട് അവർ പിന്നെ ഞാൻ മെസ്സേജ് അയച്ച സമയത്ത് പിന്നെ അത്രയും കോളുകൾ ഞാൻ ചെയ്ത് അവരെന്നെ ബ്ലോക്ക് ഇട്ടിട്ട് പോയി. രണ്ടാമത് ഞാൻ എന്താക്കി, അവരുടെ പേജ് പോയിട്ട് രണ്ടാമത് ഞാൻ വേറൊരു ഫോണിൽ നിന്ന് അവർക്ക് മെസ്സേജ് ചെയ്ത്. എന്നിട്ട് അവർക്ക് ഞാൻ ഡെലിവറി ചാർജ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരില്ല പറഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്ത്, അപ്പോൾ ഞാൻ നേരത്തെ അയച്ചു കൊടുത്ത സ്ക്രീൻഷോട്ട് അയച്ചിട്ട് പറഞ്ഞു എന്നാൽ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് സെൻഡ് ചെയ്ത് താന്ന്. അതിനുശേഷം അവർ ഓക്കെ പറഞ്ഞ്. ഞാൻ പിന്നെ അത് ബ്ലോക്ക് ചെയ്ത് പിന്നെ വേറൊരു ഫോണിൽ നിന്ന് അയച്ച മെസ്സേജാണിത്. അപ്പോൾ ലീഗലി മൂവ് ചെയ്യുമെന്ന് പറയുമ്പോൾ അവർ നാളെ പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. ഞാൻ 10 മണി വരെ കാത്തിക്കുമെന്ന് പറഞ്ഞ്, പക്ഷേ നോ റിയാക്ഷൻ. ശേഷം ഞാൻ ChatGPT വഴി സൈബർ സെല്ല് കോണ്ടാക്ട് ചെയ്യേണ്ട ഇതൊക്കെ നോക്കി. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1930 ഡയൽ ചെയ്തതിന് നമുക്ക് സൈബർ സെല്ലുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഇത് ഞാൻ കാര്യമായിട്ട് ഇടാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവർ എല്ലാ ഡീറ്റെയിൽസും കൂടി ChatGPT തന്നതിന് ശേഷം ഞാൻ ആ പറഞ്ഞ നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്തു. എൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അവർ എല്ലാ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ചോദിച്ചതിന് ശേഷം എനിക്ക് ഫോണിൽ മെസ്സേജ് വന്നു, പോലീസ് സ്റ്റേഷനുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തെയാണ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ അവർ നാളെ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കീർത്തി ഫാഷൻ നിങ്ങൾ എന്തായാലും ഇനി പറ്റിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനിത് മെയിനായിട്ട് ഇതിൽ വീഡിയോ ഇടാൻ കാരണം. സോ ഇതൊരു സ്കാം അലേർട്ടാണ്, എല്ലാവരും ശ്രദ്ധിക്കുക.